ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിനെ ആരെങ്കിലും എടുത്താൽ കല്ലായിരിക്കുന്ന ശിലയ്ക്ക് ജീവൻ വെച്ച് അവരെ നശിപ്പിക്കും. ഞാനത് തൊട്ടിട്ടില്ല. വേണ്ട. അങ്കിൾ വേഗം മന്ത്രം ചൊല്ലേ. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അവൻ ഉപയോഗപ്പെടുത്തിയ മരുന്ന് എന്താണെന്ന് അറിയാതെ എനിക്ക് മാറ്റുമരുന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ശരി, കല്ലെങ്കിൽ ഉരുക്കുന്ന മന്ത്രം ഒന്ന് ചൊല്ലേ. ആ, അത് വേണമെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ആ മരുന്ന് ഞാൻ എടുത്തു തരാം. ഇപ്പൊ തന്നെ എടുത്തിട്ട് വരാം. എന്റെ അടുത്ത് ബിഗ് പോക്കറ്റോ? അത് വിടടി. നീല കളറിലൊരു മീനുണ്ടായിരുന്നു, അത് കണ്ടില്ല. അതുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആരാ അങ്കിള്? എല്ലാം തീർന്നു. നല്ല നേരം. ഗുഡ് ബൈ കിഴവ. ഓ, ഞാനാണോ ആട്? നിങ്ങൾ അങ്കിളാണ്. അങ്കിളെ കൊണ്ട് മാത്രമേ ഭീമിയെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഏയ്, എന്റെ പാന്റ് വൃത്തികേടാക്കാതെ. ഇവരെ കൊണ്ട് മാത്രം അവരെ നശിപ്പിക്കാൻ കഴിയും. നിന്റെ സഹായത്തിന് വളരെ താങ്ക്സ്. ഭീമനെ രക്ഷിച്ചത് ഏതായാലും നന്നായി, അല്ലെങ്കിൽ എനിക്ക് ഒരു പണിയും നടക്കില്ലായിരുന്നു. വാ ഭീമ, പോവാമല്ലേ? വേണ്ട. എന്തുപറ്റി? എന്തുകൊണ്ട് വേണ്ട? ഞാൻ നിങ്ങളോട് കാണിച്ച ആത്മാർത്ഥത നിങ്ങൾ തിരിച്ചു എന്നോട് കാണിച്ചില്ല. ഇല്ല, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. നമ്മളെ സഹായിക്കാൻ മറ്റാരെയും വിളിക്കാൻ വേണ്ടിയല്ല ഞാൻ ഓടിപ്പോയത്. ജാക്കി എന്റെ ഫ്രണ്ടാണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. അതേപോലെ എന്റെ മനസ്സും മന്ത്രിക്കുന്നു നീ എല്ലാം മറക്കാൻ പോവുകയാണെന്ന്. അയ്യോ, ഞാൻ ആരാ? ഓ, നീയോ? നീ നടനാണ്. ഡാൻസ് ചെയ്തോണ്ട് പാട്ട് പാടും. പാടി പാടി ഞാൻ തിരഞ്ഞു, തേടി തേടി. ജയിലിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോകണം. ജയിലിലേക്കോ? നീ പേടിക്കേണ്ട ആവശ്യമില്ല ഭീമ. എല്ലാവരും എല്ലാ കാര്യങ്ങളും മൈൻഡിലാണ് സൂക്ഷിക്കുന്നത്. പക്ഷെ നിനക്ക് എന്നോടുള്ള സ്നേഹം നീ മനസ്സിൽ സൂക്ഷിച്ചിരുന്നല്ലോ. ജാക്കി, അങ്കിൾ ശരിയാക്കിയില്ലെങ്കിൽ അങ്കിൾ ചിലപ്പോ ആടായിട്ട് മാറും. ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ രണ്ടുപേരും ഉടനെ തന്നെ റിസർച്ച് ചെയ്യണം.